ഡെഫിനറ്റ്ലി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആ ഒരു മൂഡിലേക്ക് പോയി. സോ ഡെഫിനറ്റ്ലി അത് വിവേകിന്റെ പാട്ടിലും അതുപോലെ തന്നെ തീം ചെയ്ത എല്ലാവർക്കും അതിന് വലിയൊരു കൈയുണ്ട്. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അല്ലേ, ഈ തീമൊക്കെ നമ്മുടെ കണ്ടസ്റ്റൻസിന് ചെയ്ത് നൽകുന്ന രതീഷ് ചേട്ടനാണ്. ചേട്ടാ സ്റ്റേജിലൊന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജിൻസിന്റെ വോട്ടും. സോ വിവേക്, യു കൻ സേ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇതുപോലെ എത്രയോ ആൾക്കാരുടെ സപ്പോർട്ട് കാരണമാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് നല്ല പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ താങ്ക് യു ഒരിക്കൽ കൂടി രതീഷ് ചേട്ടാ. താങ്ക് യു. ഓക്കെ, അപ്പൊ രതീഷ് ചേട്ടന്റെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് മാർക്സ് നോക്കാം. കുഴപ്പമില്ല, മാർക്സിനെക്കാട്ടും മുമ്പ് കോമന്റ്സ്. വേണു ചേട്ടാ ചിലപ്പോൾ ഇതിന് നേരം നിൽക്കേണ്ടി വരും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല വേണു ചേട്ടാ. വിവേക് പാട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. വിവേക് പല പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഹാർഡ് കോർ ക്ലാസിക്കലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടിലും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നുള്ളത്. എക്സലന്റ് ആയിരുന്നു പാടിയത്. എനിക്ക് ഒരേ ഒരു സംശയം എന്ന് വെച്ചാൽ ഇതിപ്പോ പൊളിറ്റിക്കൽ തീം എന്നുള്ള സാധനമാണ്. അപ്പൊ ഇതിനകത്ത് മനോഹരമായിട്ട് കൈതപ്രം തിരുമേനി എഴുതി സംഗീതം നൽകിയിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിനകത്ത് എന്റെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ പാട്ടിനകത്തല്ലേ നമ്മൾ ആശയം വരേണ്ടത്, ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇപ്പൊ അല്ലാത്തൊരു കാര്യം നേരത്തെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു വന്നു. ജിൻസിന്റെ ഒരു അബ്സർഡിറ്റി ആയിരുന്നത്. അല്ല സാർ, ഇപ്പൊ ഞാനിത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കൗരവ പാണ്ഡ്യ ആ ഒരു ഇത് വെച്ചിട്ടാണ് ശരിക്കും ഈ പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. കാരണം അതിൽ ഒരേ ബ്ലഡിലുള്ള ആൾക്കാർ തന്നെ ഈ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് തിരിഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ബന്ധങ്ങളൊക്കെ മറന്ന് വേറെ അങ്ങനെ ഒരു അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഈ പാട്ടിന്റെ ഉടനീളം എനിക്ക് തോന്നിയത് ഒരു കവിയുടെ ഒരു ആത്മകഥയാണ്, ഒരു തത്വചിന്തയാണ്, ഒരു ഫിലോസഫിയാണ്, ഒരു സ്നേഹഗാഥയാണ്. ഇത് ഒരു ബേസിക് ആയിട്ട് ഹ്യൂമാനിറ്റിയെ കുറിച്ചുള്ള ഒരു ലവ് എന്നുള്ള ഒരു തീമാണ്. അല്ലാണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്സിന്, ഇപ്പൊ ചുമപ്പ് അല്ലെങ്കിൽ അങ്ങേയറ്റം എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്ന കാവ്യ, ഇവരെ കൺസെപ്റ്റിലൂടെ രതീഷ് മനോഹരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തു കേട്ടോ. ആ സിനിമയുടെ സിറ്റുവേഷൻ ഇത് വളരെ ആപ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു റൗണ്ടിന് ഈ തീമിൽ എന്ത് ലാക്കിംഗ് അത് കൺസെപ്റ്റിൽ അത് മേക്കപ്പ് ചെയ്തു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സോഫ്റ്റ്. വിവേകിന്റെ സിംഗിങ് ഔട്ട്സ്റ്റാൻഡിങ്, നന്നായി എക്സലന്റ് ആയിരുന്നു. ആ ചരണത്തില് പാൽമണം മാറാത്ത അവിടെ മാത്രമേ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഇഗ്നോറബിൾ. സ്വീറ്റ് ആയിട്ട് പാടി ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. സോ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേട്ടാ. ദീദി. അയ്യോ വിവേക്, outstandingly brilliant today. என்ன பண்றதுன்னு புரியல. ரொம்ப நன்னா பாடினேப்பா. I don't know whether I cried because of your song or because of the concept or because of the unbelievable flautist. Unbelievable. உங்க concept really amazing, but touching. I think நீங்க வந்து point கொண்டு வந்தல about the political theme. Nanu adapati I thought about it, but then I think Kauravas and Pandavas mother of all politics, really. Angedane it started. So I think for that the concept was brilliant, and your singing, oof, terrible. I feel like killing you. Brilliant singing, brilliant, absolutely fantastic. Thank you Didi. Sharat sir. വിവേക് നന്നായിരുന്നു. വിവേക് പാണ്ഡവരെന്ന് പറഞ്ഞാൽ കട്ടിൽക്കാല് പോലെ 3-3 അത് കേട്ടിട്ടില്ലേ? ഒരു കാര്യം എനിക്ക് പറയാനുള്ള, രതീഷ് സൂപ്പർ. രതീഷ് കാര്യം വിവേക് പാടിയ പോലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുപോലെ ഇവിടെ ഇരുന്ന 2 മക്കള് ഇടിവെട്ട് പിള്ളേർ കേട്ടോ. അവർക്ക് നല്ല ഭാവിയുണ്ട് രാഷ്ട്രീയത്തിൽ. 2 കൊടിയും തൂക്കി ഇറങ്ങിക്കോട്ടെ. എനിക്കിഷ്ടമായി. അവരും ഇടി കൂടുന്നൊക്കെ നമ്മൾ ടെൻഷനായിപ്പോയി ഞാൻ. കാരണം നമ്മുടെ തമിഴ്നാട്ടിൽ സ്ഥിരം കാണുന്ന ആളുകൾ ഇടി കൂടുന്നത്. അപ്പോൾ ആ ഒരു വികാരം ഉണ്ടായിരുന്നു 2 പേർക്കും. പിന്നെ അവരെ 2 പേരെ രക്ഷിക്കാൻ വേണ്ടി 2 വാളും കൊണ്ട് വന്നവർ നന്നായിരുന്നു. കത്തിയോ എന്താണത്? വടിവാള് നല്ല സാധനം കേട്ടോ. അത് എനിക്കിഷ്ടമാണ്. തലക്കൊക്കെ വെച്ച് കിടന്ന് ഉറങ്ങാൻ കൊള്ളാം. പിന്നെ എനിക്ക് മോനെ ഇത് ഓട്ടായിട്ട് തോന്നിയ ഒരു സംഭവം, അമ്മ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ അമ്മയുടെ കോസ്റ്റ്യൂം അങ്ങോട്ട് വളരെ എന്താണ് പറയണ്ടത്, ചെറുപ്പം 16 വയസ്സേ ഉള്ളെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു. അതും കൂടെ ശ്രദ്ധിക്കായിരുന്നു. കാരണം അത് മാത്രം എനിക്കത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അത് അമ്മമാരങ്ങനെ ഡ്രസ് ചെയ്തുകൂടാന്നല്ല പറയണം. അതൊരു അമ്മ ഫീല് തോന്നിയില്ല. അതിന്റെ ഒരു അത് അമ്മയല്ല, ചുമ്മാ ചുമ്മാ അതാ അമ്മയല്ല, ചുമ്മാ
അപ്പൊ മോനെ നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ശരത് സർ ആൻഡ് ശ്രീകുമാരേട്ടാ. Ani, flute, then Ritesh plus Vivek. Very good combination. നല്ല ഈ ടീമിനെ ലിഫ്റ്റ് ചെയ്ത ഒരു ഈ പാട്ടിനെ ലിഫ്റ്റ് ചെയ്ത വാസ്തവത്തിലെ തീമാണ്. നല്ല അസാധ്യമായിട്ട് പാടിയ, നല്ല ഫീൽ കൊടുത്ത് പാടി. ഇപ്പോഴും മുകളിൽ പോകുമ്പോൾ ലേശം ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അതർവൈസ് ഇപ്പൊ തുടക്കം ഉള്ള ആ ഒരു പാണ്ഡവ മാതാവ് എന്നുള്ള ഫസ്റ്റ് ലൈൻ മാത്രം ഒരു ലേശം ഒരു ശ്രുതി പ്രശ്നം. അതർവൈസ് വളരെ വളരെ നന്നായിരുന്നു. നല്ല ഫീൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഗ്രൂപ്പ് എഫേർട്ടിന് മാർക്സ് എത്ര ലഭിച്ചിരിക്കുന്നത് നോക്കാം. ശ്രീകുമാരേട്ടാ, ഔട്ട് ഓഫ് 25? 22. ശരത് സർ? വിവേക്, ഈ തീം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ മോറല് വേറെ രീതിയിൽ ആളുകൾ എടുക്കരുത് കേട്ടോ. കാര്യം ഏതെങ്കിലും അടികൂടുന്ന വീട്ടിൽ അടികൂടുന്ന പിള്ളേരുണ്ടെങ്കിൽ അമ്മയെ കൊന്നാൽ മതി, അവര് ചേർന്നോലും. അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. കാര്യം അമ്മമാരാണ് നമുക്ക് ഏറ്റവും വലുത് അച്ഛന്മാരെക്കാളും. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി 22 മാർക്ക്. 22. വേണുചേട്ടാ? വണ്ടർഫുൾ സിംഗിങ്. 22. ആൻഡ് ദിദി? Vivek 23 pa. 23. വിവേകിന്റെ ടോട്ടൽ മാർക്സ് 8, 9, 89. 89 മാർക്സ് ആണ് വിവേകിന്റെ ഈ പൊളിറ്റിക്കൽ തീം സോങ്സിനാണ് ജഡ്ജസ് നൽകിയത്, which is definitely very good marks.